നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. അതിരമ്പുഴ പള്ളിയിൽ ടൈൽ പണിക്കായി എത്തിയ ചങ്ങനാശ്ശേരി സ്വദേശിയായ ബിജുവിനെ ആക്രമിച്ച് കുപ്പിച്ചിൽ ഉപയോഗിച്ച തലയിൽ മാരകമായി പരിക്കേൽപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരമ്പുഴ സ്വദേശി 21-കാരൻ ആദർശ് മനോജിനെയാണ് ഏറ്റുമാനൂർ പോലീസ് പിടികൂടിയത്. പള്ളിമുറ്റത്ത് സംഘം ചേർന്ന് ചെറുപ്പക്കാർ അടിയുണ്ടാക്കുന്നത് കണ്ട പള്ളിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി സെക്യൂരിറ്റി ജീവനക്കാരനെ ചെറുപ്പക്കാർ ആക്രമിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാൻ എത്തിയതായിരുന്നു ബിജു. ബിജുവിനെയും കൂടെ ജോലി ചെയ്യുന്ന ആളെയും ബിജുവിന്റെ മകനെയും പ്രതി ആദർശ് ആക്രമിച്ചു. കയ്യിൽ ഉണ്ടായിരുന്ന കുപ്പിച്ചിൽ ഉപയോഗിച്ച് ബിജുവിന്റെ തലയിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയ ഏറ്റുമാനൂർ പോലീസ് പ്രതി ആദർശിനെ സാഹസികമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാൾക്കെതിരെ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ 5ഓളം വേറെയും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ആവേ മരിയ ബസ് കാറിലിടിച്ചുണ്ടായ അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്ന് കാർ യാത്രക്കാരന് പരിക്ക്. കുറുപ്പന്തറ പട്ടാളമുക്കിലാണ് അപകടമുണ്ടായത്. അപകടത്തിന് ഇടയാക്കിയ ആവേ മരിയ ബസ് നിർത്താതെ പോയി. പരിക്കേറ്റ കാർ യാത്രികൻ തലയോലപ്പറമ്പ് പുൽപ്രയിൽ ജസ്റ്റിൻ തോമസ് പൊതിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കോട്ടയത്ത് നിന്നും തലയോലപ്പറമ്പിലേക്ക് വരികയായിരുന്നു കാർ. എറണാകുളം ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ബസ് മറ്റൊരു വാഹനത്തെ മറികടന്ന് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപം വയോധികയുടെ കാൽപാദത്തിലൂടെ ആവേ മരിയ ബസ് കയറി ഇറങ്ങിയിരുന്നു. അതിന് തൊട്ടുമുൻപ് വെള്ളൂർ പഞ്ചായത്ത് മെമ്പറെ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിക്കുകയും കൊലവിളി നടത്തിയതും വാർത്തയായിരുന്നു. തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആവേ മരിയ ബസ് തടയുകയും അതിനുശേഷം വൈക്കം MVDയുടെ നേതൃത്വത്തിൽ തലയോലപ്പറമ്പിൽ പരിശോധനയും നടത്തിയിരുന്നു. കോട്ടയം എറണാകുളം റോഡിൽ KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളും പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകാതെ തുടരെ ഹോണടിച്ച് വളവുകളിലും അല്ലാതെയും റോങ് സൈഡ് ഡ്രൈവിംഗ് മാത്രമാണ് ചെയ്യുന്നതെന്നും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്നും ആവശ്യമുയരുകയാണ്. ഇന്നലത്തെ സംഭവം കാരണം കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിജയഗാഥ രചിക്കുകയാണ് 2 സർക്കാർ ജീവനക്കാർ. മറവൻതുരുത്ത് പഞ്ചായത്തിലെ ക്ലർക്ക് പാലാങ്കടവ് പാറയ്ക്കൽ മറ്റത്തിൽ KK മനോജും പഞ്ചായത്ത് വാഹന ഡ്രൈവറായ മറവൻതുരുത്ത് പുത്തൻപറമ്പിൽ J സാമുവലും. ബന്ദിപ്പൂ കൃഷിയും ഏത്തവാഴ കൃഷിയും വിജയകരമായി നടത്തി നാടിനാകെ പ്രചോദനമാവുകയാണ് ഇവർ. രാവിലെ 6 മുതൽ 8 മണിവരെയും ഓഫീസ് ജോലി കഴിഞ്ഞ് വൈകുന്നേരവുമാണ് ഇവർ കൃഷിയിൽ വ്യാപൃതരാകുന്നത്. കൃഷിയോടുള്ള താൽപര്യത്തെ തുടർന്ന് സഹപ്രവർത്തകരും ജനപ്രതിനിധികളും കൃഷി ഉദ്യോഗസ്ഥരും സുമനസ്സുകൾ ഇവർക്ക് വേണ്ട പിൻബലവും പ്രോത്സാഹനവും നൽകുന്നുണ്ട്. മണിയശ്ശേരി ക്ഷേത്രത്തിന് സമീപം 20 സെന്റ് സ്ഥലത്ത് ഇവർ നട്ട 1200 മഞ്ഞ ചുവപ്പ് ബന്ദിച്ചെടികൾ പൂവിട്ട് വിൽപ്പനയ്ക്ക് പാകമായി. ബന്ദിക്ക് പുറമെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാടാമല്ലിയും ഇഞ്ചിയും ചീരകൃഷിയും ചെയ്തിട്ടുണ്ട്. ഓണപ്പൂക്കളം തീർക്കാനും അലങ്കാരങ്ങൾക്കുമായി നിരവധി പേർ ഇതിനോടകം പൂക്കൾ ആവശ്യപ്പെട്ട് പൂന്തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VT പ്രതാപൻ നിർവഹിച്ചു. നമുക്കെല്ലാം വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ ജീവനക്കാരായ 2 പേർ നടത്തിയ പൂക്കൃഷിയുടെ അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ തിരക്കുകളുടെ എല്ലാം ഇടയിൽ കൃഷിയിൽ താൽപ്പര്യപ്പെടുകയും കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ ഇന്നത്തെ സമൂഹത്തിൽ വളരെ മാതൃകാപരമായ കാര്യമാണ്. ശ്രീ മനോജ് അതുപോലെ തന്നെ സാമുലും 2 പേരും കർഷക കുടുംബത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് കാർഷിക മേഖലയുമായി വലിയ താൽപ്പര്യവും കാർഷിക മേഖല കൃഷി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വ്യക്തികളുമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വായ്പാ തട്ടിപ്പിന് ഇരയായ വയോധികന് ബാങ്കിന്റെ ജപ്തി ഭീഷണി. മല്ലപ്പള്ളിക്ക് സമീപം ആനിക്കാട് മലമ്പാറ യോഹന്നാൻ കുര്യാക്കോസാണ് താൻ എടുക്കാത്ത വായ്പയുടെ പേരിൽ ജപ്തി ഭീഷണി നേരിടുന്നത്. 2.5 ലക്ഷം രൂപ ലോണായി അപേക്ഷിച്ച യോഹന്നാന്റെ വസ്തുവിന്റെ രേഖകൾ ഉപയോഗിച്ച് അയൽവാസി 40 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പലിശ ഉൾപ്പെടെ 1 കോടിയിലധികം രൂപ അടയ്ക്കണമെന്നും അല്ലെങ്കിൽ ജപ്തി നേരിടേണ്ടി വരുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചതായി യോഹന്നാൻ പറഞ്ഞു. അയൽവാസിയായിരുന്ന ശിവജി എന്ന് വിളിക്കുന്ന ശിവശങ്കർ അയ്യരുടെ കെണിയിൽ വീണാണ് യോഹന്നാൻ തട്ടിപ്പിനിരയായത്. നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിരുന്നു ശിവജി.
എന്നാൽ പ്രായാധിക്യമേറെയുള്ള യോഹന്നാന് ഇത് അറിയുമായിരുന്നില്ല. യോഹന്നാനെ ശിവജി വിശ്വാസത്തിലെടുത്തു. 2018 ശിവജിയുടെ സഹായത്തോടെ ജില്ലാ സഹകരണ ബാങ്ക് മല്ലപ്പള്ളി ശാഖയിൽ 2.5 ലക്ഷം രൂപ ലോണായി അപേക്ഷിച്ച യോഹന്നാന്റെ വസ്തുവിന്റെ രേഖകൾ ഉപയോഗിച്ച് ശിവജി 40 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. 2.5 ലക്ഷം രൂപ യോഹന്നാന് നൽകി. ബാക്കി 37,50,000 രൂപ ഇയാൾ കൈക്കലാക്കുകയായിരുന്നു. തനിക്ക് ലഭിച്ച 2.5 ലക്ഷം രൂപയിൽ 1,90,000 രൂപ യോഹന്നാൻ തിരിച്ചടയ്ക്കുകയും ചെയ്തു. ജപ്തി നോട്ടീസ് ലഭിക്കുമ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം യോഹന്നാൻ അറിയുന്നത്. ഇത് സംബന്ധിച്ച് കീഴ്വായ്പൂര് പോലീസിൽ നൽകിയ പരാതിയിൽ ശിവജിയെ അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യത്തിലിറങ്ങിയ ഇയാൾ മുങ്ങി. ഇപ്പോൾ പലിശ ഉൾപ്പെടെ 1,10,00,000 രൂപ യോഹന്നാൻ തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്കിന്റെ അറിയിപ്പ്. അല്ലെങ്കിൽ ജപ്തി നേരിടേണ്ടി വരുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചതായി യോഹന്നാൻ പറഞ്ഞു. വ്യാഴാഴ്ച ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകുമെന്നാണ് വിവരം. 84-ാം വയസ്സിലും കൂലിപ്പണിക്ക് പോകുന്ന യോഹന്നാന് ഇത്രയും ഭീമമായ തുക കണ്ടെത്താനും കഴിയില്ല. അതുകൊണ്ടുതന്നെ കടുത്ത ആശങ്കയിലും സമ്മർദ്ദത്തിലുമാണ് യോഹന്നാനും ഭാര്യ അന്നമ്മയും. ആദ്യമായിട്ട് 5 ലക്ഷം രൂപ പേര് നന്നാക്കാനായിട്ട് എടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രതി 5 കൂടെ എടുത്തു. അത് 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ലോൺ എടുത്തിട്ട് അത് അടച്ച് ആധാരം എടുത്തു. അത് കഴിഞ്ഞ് ഒരു 2.5 രൂപയുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ ഈ ആളിനോട് ആവശ്യപ്പെട്ടു. ആൾ ഈ 40 ലക്ഷം രൂപ എടുത്തിട്ട് എനിക്ക് 2.5 കൊണ്ട് തന്നു. ഞാൻ 6,000 രൂപ വീതം മാസം ആ വീട്ടിൽ കൊടുത്ത് 90,000 വരെ അടച്ചതാണ്. അതിനുശേഷം പിന്നീട് ഇത് അടയ്ക്കാതെ വന്ന ഒരു നോട്ടീസ് മാത്രം എനിക്ക് വന്നപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി എന്നെ ഒപ്പിടിച്ച് അന്നേരം തന്നെ ഞാനിപ്പോൾ ശരിയാക്കാമെന്നും പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി. ഈ കണ്ണിന് കാഴ്ചക്കുറവും ചെവിക്ക് കേൾവിക്കുറവുള്ളതുകൊണ്ട് ഞാൻ വായിക്കാനുള്ള സമയം തന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് അടയ്ക്കാതെ വന്നതിനാലായിരിക്കണം പിന്നീട് ഒന്നുകൂടെ പുതുക്കണമെന്നും പറഞ്ഞ് വന്ന് എനിക്ക് പറ്റുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, അവനെ കൂടെ വിളിച്ച് എങ്ങനെയാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഈ 40 എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാണ് ആ പേപ്പറെല്ലാം കൊണ്ട് ഒപ്പിടിച്ച്. എന്നിട്ട് ഈ 40 എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് 40 ലക്ഷം രൂപ വെച്ചാൽ 1/2 കോടി രൂപ എഴുതിയിട്ടുണ്ട്. ഒരു മരണ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ ബാങ്കുകാർ വരുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എനിക്ക് ഇത്രയും പ്രായമാണ് ആയി, 84 വയസ്സുണ്ട് എനിക്ക്. ഭാര്യയ്ക്ക് അതിനോടടുത്ത് പ്രായമുണ്ട്. അങ്ങനെ ഞങ്ങളൊരു തട്ടിപ്പിൽ പോയതാണ്, വീണ് കിടക്കുകയാണ്. ഈ 28-ാം തീയതി വന്ന് ജപ്തി നോട്ടീസ് ഒട്ടിക്കുമെന്നാണ് ബാങ്കുകാർ പറയുന്നത്. ഇപ്പം എത്ര രൂപ അടയ്ക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്? 1,10,00,000 ആയെന്നാണ് അവർ പറഞ്ഞത്. എത്ര 85 ആയെന്ന് അതിന് മുമ്പ് പറഞ്ഞു. ഈയിടെ വന്നപ്പോഴാണ് 1,10,00,000 രൂപ അടയ്ക്കണമെന്ന് പറയുന്നത്. അത് എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, യാതൊരു നിവൃത്തി. അന്നത്തേടം കഴിഞ്ഞുകൂടാൻ വളരെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞുകൂടിപ്പോകുന്നത്. ഇത്രയും പ്രായമായി, അതിനാൽ എന്ത് ചെയ്യണമെന്നുള്ളത് തന്നെ എനിക്കറിയത്തില്ല. അതേസമയം പാറക്കൂട്ടങ്ങളാൽ നിബിഡമായ യോഹന്നാന്റെ 53 സെന്റ് സ്ഥലത്തിന് 40 ലക്ഷം രൂപ വായ്പയായി നൽകാൻ തയ്യാറായ അന്നത്തെ ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നടപടികൾ സംശയം ജനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, യോഹന്നാന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല പണം കൈമാറിയതും. വായ്പയായി ആവശ്യപ്പെട്ട 2.5 ലക്ഷം രൂപ പണമായി ശിവജി വഴിയാണ് നൽകിയത്. ജപ്തി നടപടിയെ എന്ത് വില കൊടുത്തും തടയുമെന്ന് സമീപവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് മറുവശത്തേക്ക് കടക്കുമ്പോൾ ലൂപ്പ് ട്രാക്കിലൂടെ എത്തിയ ട്രെയിൻ തട്ടി യുവതിയുടെ കാലറ്റു. കോട്ടയം തിരുവാതുക്കൽ സ്വദേശിയും പ്രഭാഷകയുമായ പ്രീതി ലാലാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 7:30 വഞ്ചിനാട് എക്സ്പ്രസിൽ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം മറുവശത്തേക്ക് വേഗത കുറച്ചു വന്ന ട്രെയിൻ പ്രീതിയുടെ തോളിൽ തട്ടുകയായിരുന്നു. പുറത്തേക്ക് വീണ പ്രീതിയുടെ സാരി പാളത്തിൽ കുരുങ്ങിയതിനാൽ കാൽ പുറത്തേക്കെടുക്കാൻ സാധിച്ചില്ല. സംഭവം കണ്ടുനിന്ന സമീപവാസിയായ കുഞ്ഞുമോൻ മുറിഞ്ഞുമാറിയ കാൽ ആംബുലൻസിൽ കയറ്റി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. പ്രീതിയുടെ ഫോൺ ലോക്കായിരുന്നതിനാൽ മറ്റ് വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല.
ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ ഒരു കോൾ വന്നതിനെ തുടർന്നാണ് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. വിവരമറിഞ്ഞ് ഉടൻ തന്നെ പ്രീതിയുടെ ബന്ധുക്കൾ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. മുറിഞ്ഞു മാറിയ കാൽ തുന്നിച്ചേർക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തകർന്നിരുന്നു. കമ്പ്യൂട്ടിംഗ് മേഖലയിലെ നിർണായക വഴിത്തിരിവായ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ സാധ്യതകൾ തേടി അരുവിത്തറ സെന്റ് ജോർജസ് കോളേജിൽ ശില്പശാല സംഘടിപ്പിച്ചു. പാലാ സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻറ്റുമോൻ ജോയി ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ തത്വങ്ങൾ, നിലവിലെ ട്രെൻഡുകൾ, ഭാവി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ക്യാമ്പസിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കോളേജ് കോഴ്സ് കോർഡിനേറ്ററും ബർസാറുമായ റവറന്റ് ഫാദർ ബിജു കുന്നക്കാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോർജ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിഭാഗം മേധാവി ഡോക്ടർ ജസ്റ്റിൻ ജോയി, അസോസിയേഷൻ ഫാക്കൽറ്റി കോർഡിനേറ്റർ ഡോക്ടർ സൗമ്യ ജോർജ്, വിദ്യാർത്ഥി പ്രതിനിധി ആൻജോ ജോയൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ശരിക്കും എന്തിനാണ് നമ്മൾ ഈ പുതിയ ടെക്നോളജിയിലേക്ക് പോകുന്നത്? ഇത് ഒരുപാട് ഡിഫറെന്റ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജീസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്തിനാണ് ഇത്രയധികം എഫേർട്ട് ആൾക്കാർ കൊടുക്കുന്നത്, ഇത്ര ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള അതൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ഫണ്ടമെന്റൽസ് പറയാതെ നിങ്ങൾക്ക് ആ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആവും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഫിസിക്സുകാർക്ക് പോലും ഇതിന്റെ ഫണ്ടമെന്റൽ ലെവലിലെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു ഇത്രയും കാലമായിട്ട്. ഓക്കെ, ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ശരിക്കും വർക്കാവോ, അത് നമ്മുടെ തിയറി മാത്രമാണത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ എനിക്ക് ക്ലാരിഫൈഡ് ആയത് ഈ കഴിഞ്ഞ 2022 നോബൽ പ്രൈസ് ഈ ഫീൽഡിൽ കൊടുത്തപ്പോഴാണ് എനിക്കതെല്ലാം ആ ഡൗട്ടുകളെല്ലാം മാറിയത്. ഓക്കെ, വേൾഡ് അംഗീകരിച്ചു കഴിഞ്ഞു ഇത് ശരിക്കും ഉള്ളതാണെന്ന് പറഞ്ഞ് ക്വാണ്ടം മെക്കാനിക്സ് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. കഞ്ഞിക്കുഴി CHCയിൽ കിടത്തി ചികിത്സ പുനരാരംഭിച്ചില്ല. കിടത്തി ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി അറിയിച്ചു. കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ചികിത്സിക്കാതിരുന്നത് സംഘർഷത്തിനിടയാക്കിയിരുന്നു. നിലവിൽ 5 ഡോക്ടർമാരും അത്യാവശ്യ ജീവനക്കാരും ഉണ്ടെങ്കിലും 1.5 മാസമായി കിടത്തി ചികിത്സ നിർത്തിവെച്ചത് മെഡിക്കൽ ഓഫീസറുടെ വീഴ്ചയും സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനുമാണെന്ന് ബിനോയ് ആരോപിച്ചു. ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളതും 18 വാർഡുകളിലായി 10,000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്നതുമായ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നാണ് കഞ്ഞിക്കുഴി. യാത്രാ സൗകര്യങ്ങൾ കുറവുള്ള പഞ്ചായത്തിലെ ഏക സർക്കാർ സ്ഥാപനമാണ് കഞ്ഞിക്കുഴി CHC. ഇവിടെ ചികിത്സ തടസ്സപ്പെട്ടതോടെ ഇടുക്കി മെഡിക്കൽ കോളേജിനെയോ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രികളെയോ സമീപിക്കേണ്ട അവസ്ഥയിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കഞ്ഞിക്കുഴി CHCയിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നല്ല ലാബും പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം 69 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും ബിനോയ് വർക്കി പറഞ്ഞു. ഒരു ജനറേറ്ററിന്റെ കുറവാണ് നിലവിലുള്ളത്. ഇതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇത് വാങ്ങേണ്ടത് മെഡിക്കൽ ഓഫീസറാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ചികിത്സിക്കാതിരുന്നത് നേരിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു. ചികിത്സ നിഷേധിച്ചതിന് സർക്കാർ അനുകൂല സംഘടനയായ KGMO ജില്ലാ പ്രസിഡന്റ് ഡോക്ടർമാർക്ക് അനുകൂലമായി രംഗത്തെത്തിയിരുന്നു. ഇത് രോഗികളോടുള്ള വെല്ലുവിളിയാണെന്നും ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന സർക്കാർ അനുകൂല സംഘടനയുടെ നടപടി ന്യായീകരിക്കാനാവില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. ഉടൻ കിടത്തി ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ ആശുപത്രി പഠിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും ബിനോയ് വർക്കി മുന്നറിയിപ്പ് നൽകി. കഞ്ഞിക്കുഴി CHCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശകലം മുമ്പ് ഞാൻ ഇടുക്കി DMO ആയിട്ട് സംസാരിച്ചു. നിലവിൽ കഞ്ഞിക്കുഴി CHCയിൽ 4 ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. 3 PSC നിയമനങ്ങളാണ് ഉള്ളത്. അതിൽ 1 മെഡിക്കൽ ഓഫീസർ ഡയാന, 2 അമൃത രവി, അതും PSC നിയമനമാണ്. 3ാമത് PSC നിയമനം വരാത്തതുകൊണ്ട് ഹീര എന്ന് പറഞ്ഞൊരു ഡോക്ടറെ DMO ആ പോസ്റ്റിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ സോബിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയുമായി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ഇടുക്കി DMO കരിഷ്മ എന്നൊരു ഡോക്ടറെയും കൂടി അങ്ങോട്ട് നിയമിച്ചിട്ടുണ്ട്. NHMൻ്റെ ഡോക്ടറാണ്. ഇപ്പോൾ നിലവിൽ കഞ്ഞിക്കുഴി CHCയിൽ 5 ഡോക്ടർമാരുണ്ട്. ഇന്നേ ദിവസം കഞ്ഞിക്കുഴിയിൽ 5 ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇത്രയും ഡോക്ടർമാർ. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ആസാമിൽ നിന്നും കടന്ന പോക്സോ കേസ് പ്രതിയെ പിടികൂടി കോട്ടയം വെസ്റ്റ് പോലീസ്. കുമ്മനം ഭാഗത്ത് ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന ആസാം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആസാം സംസ്ഥാനത്ത് ജൂരിയ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പ്രതിയായ മുഖാജിർ ആലമിനെയാണ് അറസ്റ്റ് ചെയ്തത്.
തുടർ നടപടിക്രമങ്ങൾക്ക് ശേഷം ആസാം പോലീസിന് പ്രതിയെ കൈമാറി. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളും തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.